ഹലോ ഹായ് വെൽക്കം ടു രുചി ബൈ ബെൻസു. ഇന്ന് നമുക്ക് മത്തിയും കുരുമുളകും കൂടെ എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് 1 2 3 ടീസ്പൂൺ കുരുമുളക്. ഇത് നമുക്കൊന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ കുരുമുളക് കറക്കി കൊണ്ടുവന്നു. അതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 5-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്. ഇത് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പേ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ ഉലുവ എല്ലാം പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്കൊരു 10-12 ചുമന്നുള്ളി ഇട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉലുവ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി ഈ കുടംപുളിയുടെ വെള്ളത്തോട് കൂടിയിട്ട് ചേർക്കാം. അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇത് കൊച്ചു മത്തിയായാലും നെയ്യുള്ള മത്തിയാണ്, അതുകൊണ്ടാണ് കുരുമുളക് ഇട്ട് വെച്ചത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം. ചെറിയ മത്തിയാണേലും ഇപ്പം നല്ല രുചിയുള്ള മത്തിയാണ് വരുന്നത്. മത്തി നല്ലതുപോലെ കറിയെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ 2 കറിവേപ്പിലയും കൂടെ ഒന്ന് ഞെരടിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം ഇത് സൂപ്പറാണ്. പച്ചമത്തിയും കുരുമുളകും അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം നമുക്കിത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.